CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നത് ശരിയല്ലെന്ന് അറിയാം. പക്ഷെ ചില കാര്യം പറയാതെ വയ്യ. കൊടുവള്ളി നഗരസഭയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഫൈസൽ കാരാട്ട് എന്ന വ്യക്തിയുടെ പേര് കണ്ടു. ഇദ്ദേഹം കഴിഞ്ഞ തവണ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ച് LDF-നെതിരെ മത്സരിച്ച് LDF-നും UDF-നെയും പരാജയപ്പെടുത്തി ജയിച്ച ആളാണ്. പക്ഷേ ആ വാർഡിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് 0 ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സംശയം ഫൈസൽ കാരാട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണോ? അല്ലേ? ആണോ? ആണെങ്കിൽ ഒന്ന് വ്യക്തമാക്കണം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗമാണ്, അല്ലെങ്കിൽ അതൊരു നേതാവാണ്, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ നേതാവായി അംഗീകരിച്ചു എന്ന് ജില്ലാ നേതൃത്വം പറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല കഥകൾ കൂടി പറയാതെ വയ്യല്ലോ. ആ ബ്രാഞ്ച് കമ്മിറ്റി പിരിച്ചുവിട്ടു. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് അതായത് 0 വോട്ട് കിട്ടിയപ്പോൾ ആ ബ്രാഞ്ച് കമ്മിറ്റിയെ പിരിച്ചുവിട്ടതാണ് CPM ജില്ലാ നേതൃത്വം. അപ്പോൾ ആ ബ്രാഞ്ച് കമ്മിറ്റിയേക്കാൾ വലിയ ആളായി ഫൈസൽ കാരാട്ടിനെ കാണാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? AKGയുടെയും കൃഷ്ണപിള്ളയുടെയും നായനാരുടെയും കോഴിക്കോട്ടാണെങ്കിൽ കേളേട്ടനടക്കം നയിച്ച പാർട്ടിക്ക് ഇത്ര ദയനീയത വന്നോ? ഞാൻ കഴിഞ്ഞ 5 വർഷങ്ങളായി കോഴിക്കോട്ടെ കോൺഗ്രസ് പറയുന്നുണ്ട്, CPM-നകത്തുള്ള ഒരുപാട് നല്ല പാർട്ടിക്കാർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. സത്യസന്ധരായ നിസ്വാർത്ഥരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പ്രവർത്തകർ ആ പാർട്ടിയിലുണ്ട്. പക്ഷേ ആ പാർട്ടി ചില നവകോടീശ്വരന്മാരും നവമുതലാളിമാരും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് ഈ നഗരസഭയിൽ ഉൾപ്പെടെ കേരളത്തിലെ ഭരണത്തിലുൾപ്പെടെ CPM നേതൃത്വം നൽകുന്ന എല്ലാ ലോക്കൽ ബോഡി ഭരണത്തിലും ഇത്തരം നവകോടീശ്വരന്മാരുടെയും നവമുതലാളിമാരുടെയും ഇടപെടലുകൾ കാണാം. ബ്രാഞ്ച് സെക്രട്ടറിക്കും ലോക്കൽ സെക്രട്ടറി പോലും പോവാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ സ്വതന്ത്രമായി ഇടപെടാൻ സാധിക്കാത്ത CPM-ന്റെ ജില്ലാ ഓഫീസിൻ്റെ ഇടങ്ങൾ ഇപ്പോൾ ഫൈസൽ കാരാട്ട് പോലുള്ള നാടുകളുടെ അവരുടെയൊക്കെ പ്രത്യേകിച്ച് അലയുന്ന ഇടങ്ങളായി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരൊക്കെ തന്നെ വിലസുന്ന ഇടങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോഴിക്കോട് ജില്ലയിൽ അതിൻ്റെ മുഖം മാറിയിരിക്കുന്നു, പാർട്ടിയുടെ നിറം മങ്ങിയിരിക്കുന്നു, പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, UDF പ്രഖ്യാപിക്കുന്നത്. അന്നും ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഞങ്ങളുടെ പാനൽ നയിക്കുന്നത് PN നിയാസ് ആണ്, KP ജനറൽ സെക്രട്ടറി. പക്ഷേ മേയർ സ്ഥാനാർത്ഥി UDF പ്രഖ്യാപിച്ചു. ബൈജു കാളക്കണ്ടി എന്താ ചോദിച്ചോ? ഈ ഫൈസൽ നേരത്തെ സ്വർണ്ണക്കടത്ത് ED കസ്റ്റംസുകളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അയാള് LDF സ്ഥാനാർത്ഥിയായി വന്നിട്ട് ഇപ്പൊ 2 ദിവസമായി. നിങ്ങളത് പ്രതികരിക്കാൻ വൈകിപ്പോയി അല്ല. ഈ ഫൈസൽ കാരാട്ട് പണ്ട് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഒരു ജാഥ നടത്തിയപ്പോൾ പല നേതാക്കന്മാരുടെയും ജാഥ ഇലക്ഷൻ കാലത്ത് നടക്കാറുണ്ട്. ഈ ജാഥ നായകന് സഞ്ചരിക്കാൻ പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു വാഹനം എല്ലാ ജാഥക്കും ഉണ്ടാകും, മിനി കൂപ്പർ. പക്ഷെ കൊടുവള്ളിയിലെത്തിയപ്പോൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കൊടുവള്ളിയിൽ ഈ വിവാദ പുരുഷനെന്നിപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫൈസൽ കാരാട്ടിന്റെ സ്ഥലത്തിന്റെ പേര് ഞാൻ മിനി കൂപ്പർ ഇദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയുണ്ടായി. വ്യക്തി ജീവിതത്തിൽ സംശുദ്ധി പുലർത്താത്ത ഇത്തരം നേതാക്കളെ, ഇത്തരം ആളുകളെ, സമൂഹത്തിൽ ആരോപണ വിധേയന ഇത്തരം ആളുകളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനെതിരെ പ്രതികരിക്കുവാൻ CPM-നകത്തുള്ള ആത്മാർത്ഥതയുള്ള സഖാക്കളും രംഗത്ത് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്തരം ഒരാൾ പോലും, ഒരു വിവാദ നായകന്മാർ പോലും ഞങ്ങളുടെ പട്ടികയിലില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ജില്ലയിൽ അതിനിപ്പോൾ ആധികാരികമായി പറയേണ്ട ബോഡിയെ ഞങ്ങൾ പ്രധാനപ്പെട്ട എണ്ണിക്കുന്നത്, ഞങ്ങൾക്കൊരു ബന്ധവും വെൽഫെയറുമായി ഈ തെരഞ്ഞെടുപ്പിലില്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് പാർട്ടിയോട് ഞാൻ വോട്ട് ചെയ്യുക? ഞങ്ങൾ ഈ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി രഹസ്യമായോ പരസ്യമായോ ഒരു ബന്ധവുമില്ല. അല്ല, സ്വതന്ത്രന്മാരെ മുന്നിലേക്ക് നിർത്തിക്കൂടെ? എവിടെയൊക്കെ ഉണ്ട്? അതുമാത്രമോ? എൻ്റെ പഞ്ചായത്ത് സ്വതന്ത്രമുണ്ട്.
ഞാൻ കോൺഗ്രസ് ഒരു മിനിറ്റ് ചിലയിടങ്ങളിൽ BJP തന്നെ ഞങ്ങളിരുന്ന ഒരാൾ വിട്ടുപോയി നടക്കാവിൽ സ്ഥാനാർത്ഥിയല്ലേ, അയാൾ ഇപ്പോൾ RJD-കാരനല്ലേ. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ സ്വതന്ത്രന്മാരായിരിക്കും.